നമസ്കാരം, അൻജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. പ്രധാനമായും ബ്രൂണർ, അതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം എന്നാണ് കരുതുന്നത്. പഴയ കുട്ടികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലും, റെക്കോർഡ് നമുക്ക് സൗണ്ട് ഇച്ചിരി ഇഷ്യൂ ഉണ്ട് യൂട്യൂബിനകത്ത് ഇട്ടിരിക്കുന്ന റെക്കോർഡിന്. അപ്പൊ അത് നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് തന്നെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിയത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് പരുവപ്പെടുത്താനായിട്ട്, അതായത് ബ്രൂണറിലൊക്കെ നമുക്ക് ഒരുപാട് ഗ്യാസ് കയറ്റി സംസാരിക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവ് വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് അറിയുന്ന ടോപ്പിക്കിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുന്ന ഒരു രീതി ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജഷ്മി ടീച്ചറെ ഓക്കെ ആണല്ലോ? ത്രോട്ടൊക്കെ വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടുണ്ട്, ചെവി അടഞ്ഞിട്ടാണ്. ഓക്കെ. ബ്രൂണർ പഠനത്തെ ഒരു സജീവ സാമൂഹിക പ്രക്രിയ എന്നാണ് വിശേഷിപ്പിച്ചത്. പഠനത്തെ ഒരു സജീവ സാമൂഹിക പ്രക്രിയയായിട്ടാണ് ബ്രൂണർ കണക്കാക്കിയത്. അപ്പൊ അതുപോലെ സാമൂഹിക പ്രക്രിയയായി പഠനത്തെ കണക്കാക്കിയ മറ്റൊരു വ്യക്തിയുണ്ട്. ആരാണത്? വൈഗോട്സ്കി. അതെ, വിഗോട്സ്കി. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ അറിയാം അല്ലെ. വൈഗോട്സ്കി നമ്മൾ എപ്പോ ചോദിച്ചാലും നമ്മൾ പറയാം. അങ്ങനെയാണെങ്കിൽ ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയയെ കുറിച്ച് ബ്രൂണർ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഓർത്തെടുത്ത് പറയാനാവുന്നുണ്ടോ? ഘട്ടങ്ങളാണ്. ആശയ രൂപീകരണ പ്രക്രിയയെ ബ്രൂണർ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ മൂന്നെന്ന് പറഞ്ഞു. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ജഷ്മി ടീച്ചറിനെ ഞാൻ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ ശ്രവ്യ ടീച്ചറിലേക്ക് പോവാണ്. ടീച്ചറെ ഈ 3 ഘട്ടങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? പ്രവർത്തനഘട്ടം എന്ന് പറയുന്നത് കുട്ടികള് ചെയ്തിട്ട് പ്രവർത്തനത്തിലൂടെ പഠിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു. ബിംബനഘട്ടം എന്ന് പറയുമ്പോ ആ കിട്ടിയ അനുഭവങ്ങള്. ബിംബം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പൽ എന്നുള്ള അർത്ഥത്തിലാണ്. പ്രവർത്തന ഘട്ടത്തിൽ നമ്മൾ മൂർത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് അശ്വതി പറഞ്ഞുതരും. ബിംബനഘട്ടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിംബനഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടി കണ്ട കാര്യം എന്തൊക്കെയാണ് എന്ന് കുട്ടി മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാം, അവന്റെ മനസ്സിൽ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തിലൂടെ? പ്രവർത്തന ഘട്ടത്തിൽ ഒരു ഓർമ്മ കുട്ടി ഓർത്തെടുത്ത്. അങ്ങനെയാണ് ബിംബങ്ങൾ വരണ്ടേ? ബിംബങ്ങൾ, ചിത്രങ്ങൾ, മോഡലുകൾ തുടങ്ങിയവയിലൂടെ അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓരോന്നും വിശദീകരിക്കും. പ്രതിരൂപാത്മക ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ശ്രവ്യ ടീച്ചറെ? കുട്ടി അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങള് സിമ്പൽ, അതായത് ഭാഷകൾ ഉപയോഗിച്ചിട്ട് പ്രകടിപ്പിക്കുന്നത്. അതെ, പ്രതിരൂപാത്മക ഘട്ടത്തില് അമൂർത്താശയങ്ങള്, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് അല്ലെ. അതായത് നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കുട്ടി പ്രകടിപ്പിക്കുന്നു. അതായത് 3 ഘട്ടം, ബ്രൂണറിന്റെ 3 ഘട്ടം ആശയ രൂപീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ബ്രൂണർ 3 ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പ്രവർത്തന ഘട്ടം. ഈ പ്രവർത്തന ഘട്ടത്തിൽ ബ്രൂണർ പറയുന്നത് കുട്ടികൾ എന്താണ് ചെയ്യുക? മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തിക്കലാണ് ചെയ്യുന്നത്. സാധാരണ കുട്ടികളെല്ലാം കളിക്കുമ്പോൾ അവർക്ക് കളിക്കോപ്പുകൾ വേണം എന്ന് പറയുന്നത് തന്നെ എന്താണ്? അവര് വസ്തുക്കൾ, മുന്നിലുള്ള വസ്തുക്കളെ കുറിച്ച് മാത്രം ഉള്ളവരാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ മൂർത്ത വസ്തുക്കൾക്ക് പ്രാധാന്യമുണ്ട്. അറിവിന്റെ രൂപീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ മൂർത്ത വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ആശയം കുട്ടിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ആ ആശയത്തെ അവരെന്ത് ചെയ്യുന്നു? ബിംബന ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ബിംബങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. ആദ്യം മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് അവര് പരിചയപ്പെട്ടു.
അത് കഴിഞ്ഞ് അവയെ ബിംബങ്ങളിലേക്ക് എത്തിക്കാൻ, അതായത് രൂപങ്ങളിലേക്ക്, ചിത്രങ്ങളോ ഗ്രാഫുകളോ ഒക്കെ ആയിട്ട് കുട്ടികൾ ആ കണ്ട കാര്യത്തെ ഒന്ന് ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം വരുമ്പോൾ അമൂർത്തമായ ആശയങ്ങൾ ഇനി കുട്ടി നേടാൻ പ്രാപ്തനായി കഴിഞ്ഞു. ഇതുവരെ അവന് മൂർത്ത വസ്തുക്കൾ വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിത്രമോ ഗ്രാഫോ ഒക്കെ വേണ്ടുന്ന ബിംബന ഘട്ടം വരെ കുട്ടി എത്തിയുള്ളൂ. ഇനി കുട്ടി അമൂർത്തമായ ആശയങ്ങൾ നേടാൻ പ്രാപ്തനായി കഴിഞ്ഞു. ഇവിടെ കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ നിർവചനങ്ങളും ഒക്കെ കുട്ടിക്ക് മനസ്സിലാവും. അവന്റെ മനസ്സിൽ മുൻപ് രൂപപ്പെട്ട ബിംബത്തെയും മൂർത്ത വസ്തുവിനെയും ഒക്കെ ഓർത്തെടുക്കാൻ കഴിയും. അവന് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളെയൊക്കെ നന്നായി പ്രകടിപ്പിക്കാനായിട്ട് അവന് സാധിക്കുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടം. മനസ്സിലായോ ശ്രവ്യ? മനസ്സിലായി. ജഷ്മി ടീച്ചറിന് ഓക്കെ ആയോ? ഓർമ്മ വന്നോ? പണ്ടത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഗണിതത്തില് സംഖ്യകളുമായി ബന്ധപ്പെടുത്തി ഈ 3 ഘട്ടത്തെയും ഒന്ന് ജഷ്മി ടീച്ചറിന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ആദ്യം ഇപ്പോ സംഖ്യകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മഞ്ചാടിയോ മറ്റോ വെച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടമായ പ്രവർത്തന ഘട്ടത്തിൽ. അതെ. അടുത്തത് ഇപ്പോ വരകൾ ഉപയോഗിച്ചോ മറ്റോ ബോർഡിൽ വരച്ച് കാണിക്കുന്നതാണ് ബിംബന ഘട്ടത്തിലൂടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരകൾക്ക് നേരെ താഴെ 5, 4 സംഖ്യകൾ എഴുതി കാണിക്കുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടത്തിൽ കാണിക്കുന്നത്. അപ്പോ ഒന്നുകൂടി, ഇപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യ പഠിപ്പിക്കുന്ന കുട്ടിയെ ആദ്യം മൂർത്ത വസ്തുക്കൾ, മഞ്ചാടി അല്ലെങ്കിൽ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ കുട്ടികളെ എണ്ണിയെടുക്കാനായിട്ട് പഠിപ്പിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് പഠിപ്പിക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് 5 വരെ ആദ്യം പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് സംഖ്യകളെ കുട്ടികളിലേക്ക് എത്തിക്കുക. അപ്പൊ ഓരോ ഘട്ടത്തിലും 1, അടുത്തത് 2, അങ്ങനെ എണ്ണി കുട്ടി പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടങ്ങളാക്കാനും ഈ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് 2ന്റെ കൂട്ടങ്ങളാക്കൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടങ്ങളൊക്കെ ആക്കി പഠിക്കുന്നതും എല്ലാം ഈ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യമായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ബിംബന ഘട്ടം. ബിംബന ഘട്ടം വന്നപ്പോഴത്തേക്ക് ഈ 1 എന്നുള്ളതിനെ നമ്മൾ ഒരു പൂവ് വരച്ച് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കോണൊക്കെ വരച്ച്, നമുക്ക് കുട്ടികളുടെ പാഠപുസ്തകം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഇപ്പൊ. അതായത് നമ്മൾ വർക്ക് ബുക്കിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, 1 എന്ന് കാണിക്കാനായിട്ട് ഒരു പൂവോ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ചിത്രം. 2 എന്ന് കാണിക്കാൻ അതേ വസ്തുവിനെ 2 തവണ വരയ്ക്കുന്നു. അങ്ങനെ 3 എന്ന് കാണിക്കാൻ 3 തവണ. അപ്പൊ ഒരു വസ്തുവിനെ തന്നെ ഇതുപോലെ എണ്ണ സംഖ്യകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആവർത്തി വരച്ച് വെക്കുന്നു. അത് ബിംബന ഘട്ടമാണ്. അപ്പൊ സംഖ്യകളെ അവൻ പഠിച്ച ആശയത്തെ അവൻ ബിംബമാക്കി മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് സിമ്പലിലേക്ക് പോകാം. 1 എന്ന് നേരെ ഒരു വര വരച്ചാണ് 1 എഴുതുന്നത് എന്ന ആശയത്തിലേക്ക് പോയി പിന്നെ 2, 3, 4, 5 അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയ ശേഷം പിന്നീട് നമുക്ക് ചേരുംപടി ചേർക്കാനൊക്കെ കൊടുക്കാം അല്ലെ. ഒരു പൂവ്, അതിനെ എങ്ങോട്ടേക്കാണ്, സംഖ്യ ഏതാണ് എന്ന് ചേരുംപടി ചേർത്ത് വരയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആ ബിംബന ഘട്ടത്തിൽ കൊടുക്കാം. ഏറ്റവും ഒടുവിൽ ഉള്ള ആ പ്രതിരൂപാത്മക ഘട്ടത്തിൽ കുട്ടി 1, 2, 3, 4, 5 എന്ന സിമ്പിളുകൾ ഉപയോഗിച്ച് മറ്റ് ചിത്രങ്ങളൊന്നുമില്ലാതെ എഴുതാനായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ നേടിയ അറിവിനെ കുട്ടിക്ക് ഏത് രീതിയിലും പറയാനും റിവേഴ്സ് ആയിട്ട് ചിന്തിക്കാനും എല്ലാം പറ്റുന്ന ഒരു ഉയർന്ന ഘട്ടമാണ് ഈ പ്രതിരൂപാത്മക ഘട്ടം. ഏറ്റവും ഉയർന്ന ഘട്ടം ഏത് എന്ന്, ബ്രൂണറുടെ ആശയത്തിലെ ഏറ്റവും ഉയർന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞൂടെ പ്രതിരൂപാത്മക ഘട്ടമാണെന്ന്? പറയാലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ റെജീൻ ടീച്ചറെ ഓക്കെ ആണോ? നമ്മൾ ഇന്ന് ബ്രൂണറെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്തോളൂ. സംസാരിക്കാൻ നേരത്തെ മാത്രം വീഡിയോ ഓൺ ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. എല്ലാവരും ഓൺ ചെയ്ത് സംസാരിക്കണേ. അങ്ങനെ റെജിൻ ടീച്ചറെ, ബ്രൂണറുടെ ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സിൽ ബ്രൂണറിന്റെ ക്ലാസ് തന്നാൽ അതിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ടോപ്പിക്ക് തന്നെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ബ്രൂണറുടെ 3 ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനിപ്പോ റെക്കോർഡ് കിട്ടുമ്പോ ഒന്ന് ഇട്ട് നോക്കുമ്പോ മനസ്സിലാവും. അടുത്തത് ഞാൻ ചോദിക്കുന്നത്, ഈ സർപ്പിള രീതി, ചാക്രികാരോഹണ രീതി കേട്ടിട്ടില്ലേ? ഇതാരുടെ സംഭാവനയാണ്? ആണോ? ആണല്ലേ. ഓക്കെ. ഞാനൊന്ന് ആണോ എന്ന് ചോദിക്കുമ്പോ മാറ്റുമോന്ന് അറിയാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
ബ്രൂണറുടെ ഈ ആശയം നല്ലതാണോ? അത് സമയം എടുക്കുന്നില്ലേ? നമ്മൾ ഈ സർക്കുലർ രീതി എന്താണെന്നൊന്ന് വിശദീകരിച്ചിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണെന്ന്. ടീച്ചറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു തരൂ. സർപ്ലാഗ് അത് അനുയോജ്യമായ ഒരു രീതി. കാരണം ബേസിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് ആ ഒരു ലെവലിലല്ലേ വരുന്നത്. ഒരു സർപ്ലാഗ് രീതിയിൽ തന്നെയാണല്ലോ വരുന്നത്. അതെ, ഉത്തരം പറയുമ്പം ആണല്ലോ അല്ലേ എന്നൊന്നുമുള്ള ചോദ്യങ്ങൾ പാടില്ല. എപ്പം ഞാൻ ചോദ്യം ചോദിച്ചാലും ഇന്റർവ്യൂ ബോർഡിലെ അംഗമാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന ചിന്തയിൽ വേണം ഉത്തരം പറയാൻ. അപ്പൊ അവരോട് കയറി ആണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകും. ഇതിവിടെ ശീലിച്ചാൽ അറിയാതെ അവിടെ പോയി അത് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത്. അറിയുന്ന കാര്യം അങ്ങ് പറഞ്ഞോളൂ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. ആയിക്കോട്ടെ. ഇപ്പൊ സയൻസ്, ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം അക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടല്ലേ, അത് പഠിച്ചിട്ടാണ് കൂട്ടാന്, കുറക്കാന്, ഹരിക്കാന്, ഗുണിക്കാന് എന്നുള്ള രീതിയിലും പിന്നെ അതിന്റെ ഹയർ സ്റ്റഡീസും വരുന്നത്. അത് ഒരു സർപ്ലാഗ്. പക്ഷെ അത് നമ്മൾ സർപ്ലാഗ് രീതി അല്ല, നമുക്ക് ആദ്യം പിന്നെ കാൽക്കുലേഷൻ പഠിപ്പിച്ചിട്ട് പിന്നെ എണ്ണം പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ സർപ്ലാ രീതിയിൽ തന്നെയാണ് വരുന്നത്, സ്പൈറൽ രീതിയിൽ തന്നെയാണ് വരുന്നത്. ശരിയായ ധാരണയില്ലെന്ന് തോന്നുന്നു. സാരമില്ല. ജഷ്മ ടീച്ചർ ഒന്ന് പറഞ്ഞോളൂ, എന്താണ് സർപ്പിള രീതി? ആരോഹണ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എളുപ്പമായതിൽ നിന്ന് കഠിനമായതിലേക്ക് എന്നാണ് ചക്രീകാരണ രീതി പറയുന്നത്. അതായത് ഇപ്പൊ 1ാം ക്ലാസ്സിൽ പുഴ എന്ന ചിത്രം കാണിച്ച് പുഴയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 2ാം ക്ലാസ്സിൽ പുഴ പോലുള്ള ഒരു 3-4 ആവാസ വ്യവസ്ഥ കാണിച്ച് പുഴ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോൾ മലിനീകരിക്കപ്പെട്ട പുഴ അങ്ങനെ കുട്ടികളിൽ എത്തിച്ചതിന് ശേഷം 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഏതൊക്കെ പുഴയാണ് കേരളത്തിലുള്ളത് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ കുട്ടി ഒരു ആശയം പുഴ എന്ന ആശയം ഈ 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വലിയതായ രീതിയിൽ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിൽ പുഴ എന്താണ് എന്നത് മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെയാണ് പോകുന്നത്, ചെറിയ അറിവിൽ നിന്നും വലിയ അറിവിലേക്ക്. സംഭവമൊക്കെ ഓക്കെ, എങ്കിലും ഒരു ഇച്ചിരി കൂടെ ഒക്കെ പോയിന്റ് വരാം, ഒരു അടുക്കും ചിട്ടയൊക്കെ വരാം കുറച്ചുകൂടി. ശ്രവ്യ ടീച്ചറെ പറഞ്ഞോ. അതായത് ആദ്യ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് ലളിതമായ വിവരങ്ങൾ കൊടുക്കുന്നു, പിന്നെ അതിന്റെ കുറച്ച് ഉയർന്നത് അടുത്ത ക്ലാസ്സിൽ കൊടുക്കുന്നു. അപ്പോ കുട്ടികൾക്ക് ആദ്യം പഠിച്ച ഒരു മുന്നറിവ് എന്നുള്ള രീതിയിൽ അത് കേട്ട് പരിചയമുള്ള ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ കുട്ടിക്ക് അത് കുറച്ചും കൂടി അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതെനിക്ക് അറിയാം എന്നുള്ള ഒരു ഇതും ആത്മവിശ്വാസവും ഉണ്ടാവും. അപ്പോൾ അത് പഠനത്തെ കുറച്ചും കൂടെ അവർക്ക് ഓർത്തെടുക്കാനെല്ലാം സഹായിക്കും. അതായത് അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് പിന്നെ അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ പുതിയൊരു കാര്യമാണെന്ന് ഇപ്പൊ പുതിയ ക്ലാസ് മാറുമ്പോ തോന്നുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു വിഷയത്തോടുള്ള പേടി ഉണ്ടാവുന്നില്ല ഈ സർക്കുലർ രീതി. അതെ, ഞാൻ ഇന്റർവ്യൂ ചെയ്ത് റൂമിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നു, പിന്നെ ഡോറ് തുറന്ന് അങ്ങോട്ട് കേറി വരണ്ട കേട്ടോ. സമയം തരും. മറ്റൊരാള് പറയുമ്പോഴാണ് ഇങ്ങനെയാണെന്ന് പെട്ടെന്ന് പോയിന്റ് വരുന്നത്. ഓക്കെ, പറഞ്ഞോ, ഇനി പറഞ്ഞോ, എന്തായാലും വന്നേ ഇല്ലയോ. കുട്ടികൾക്ക് ഇപ്പൊ പുതിയ വിഷയം തുടങ്ങുമ്പോഴുള്ള ഒരു പേടി ഒഴിവാക്കാൻ ഈ സർക്കുലർ രീതി ഉപകരിക്കും. കാരണം കുട്ടിക്ക് പരിചിതമായ വിഷയമാണ്. ഇപ്പൊ 1ാം ക്ലാസ്സിൽ ഇപ്പൊ പുഴ എന്നുള്ള ആശയം എന്ന് വിചാരിക്കാം. പുഴ കുട്ടി ചിത്രത്തിലൂടെ പഠിച്ചു. 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ആ പുഴയും ആ തൊട്ടുള്ള ആവാസ വ്യവസ്ഥയും കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ പുഴ കുട്ടിക്ക് പരിചയമായി. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോൾ പുഴ മലിനീകരണത്തെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ പുഴയെ കുറിച്ച് മലിനീകരണം എന്നൊരു ടോപ്പിക്കും കൂടെ പുഴയിൽ തന്നെ കവർ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോൾ കേരളത്തിലെ പുഴകളാകുമ്പോൾ കേരളത്തിലുള്ള മൊത്തം പുഴകൾ. അപ്പൊ പുഴ എന്ന ആശയം 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടിക്ക് മൊത്തമായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്ക് ഒരു പുതിയ അറിവല്ല, കിട്ടിയ അറിവിലേക്ക് കണക്ട് ആയിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് കുട്ടിക്ക് പേടി ഉണ്ടാവുന്നില്ല, കുട്ടിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അതൊക്കെ കിട്ടുന്നുണ്ട് ഈ സർക്കുലർ രീതി മൂലം. നിങ്ങളുടെ വീട് പുഴയുടെ അടുത്താണ്? അല്ല, ഞാൻ എളുപ്പത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോ ആ പുഴ എന്നുള്ള ആശയമായിരുന്നു അന്ന് പഠിച്ചത്. ഓക്കേടാ, അങ്ങനെയാണെങ്കിൽ അശ്വതി ടീച്ചർ പറഞ്ഞുതരും. അശ്വതി സംസാരിക്കാൻ പറ്റുമോടാ? കുഴപ്പമില്ല. പറഞ്ഞു.
നമ്മളിപ്പോൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പുതിയ പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്ത് പോകുന്നതാണ് സർക്കുലർ രീതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചെടിയെ പറ്റി ഒരു അറിവുണ്ടായിരിക്കും, അതിന്റെ ഭാഗങ്ങളെ പറ്റി അറിയാം. പിന്നെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്തോറും അവരെങ്ങനെയാണ് വിത്ത് മുളയ്ക്കുന്നതിനെ പറ്റി, ചെടിയുടെ ഏകബീജ സസ്യങ്ങള്, ദ്വിബീജ സസ്യങ്ങള്, പിന്നെ അതിന്റെ വേരുപടലങ്ങളെ പറ്റി, ഇലകളിലെ ശിലാവിന്യാസത്തെ പറ്റി, അങ്ങനെയുള്ള അറിവുകൾ കൂട്ടിച്ചേർത്ത് ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്തോറും അവരാ ഒരു കൺസെപ്റ്റ് പൂർണ്ണമായും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ ആണ് സർക്കുലർ രീതി ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് സർപ്പിള രീതി അല്ലെങ്കിൽ ചാക്രിക ആരോഹണ രീതി, അതെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ് ഒന്നും വന്നില്ല കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. സ്കീമയൊക്കെ വന്നു, ബാക്കിയൊന്നും വന്നില്ല. കുറച്ച് സമയമായി നമ്മളത് നോക്കിയിട്ടും. ഒന്ന് റിവൈസ് ചെയ്തോണ്ടിരിക്കണേ യശുദി, ഇപ്പോഴൊന്നും ഇല്ലല്ലോ ഇന്റർവ്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചത് പാഠ്യപദ്ധതി സർപ്പിള രീതിയിൽ ചിട്ടപ്പെടുത്തണമെന്ന ബ്രൂണറുടെ ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, വിശദമാക്കുക എന്നതാണ് ചോദ്യം. അപ്പൊ അതുപോലെ എന്താണ് സർപ്പിള രീതി എന്നപ്പോ പറയുകയും വേണം. അപ്പൊ ഈ ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സർപ്പിള രീതിയെ പ്രൊമോട്ട് ചെയ്ത ആള് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ബ്രൂണർ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടാണ് പഠനം നടക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായി പഠനം നടക്കുന്നു എന്ന് കുട്ടിക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ കുട്ടിക്ക് അറിയാവുന്ന കാര്യത്തെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? അപ്പൊ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകണം. അപ്പൊ അറിയുന്ന കാര്യത്തെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നീട് അടുത്ത ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പോയിന്റും കൂടി അതിനോടൊപ്പം ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോ ആ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായി മുന്നറിവ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മുന്നറിവ് പരിശോധിച്ച് പുതിയ കുറച്ച് പോയിന്റുകൾ കൂടി ആഡ് ചെയ്യപ്പെടുന്ന ആ ഒരു അറിവിനെ, അതായത് പുതിയ സ്കീമുകൾ കൂടി ആഡ് ചെയ്തപ്പോൾ അത് വിപുലീകരിക്കപ്പെട്ടു. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ മുന്നറിവും ഈ 2 തവണ നമ്മൾ ആഡ് ചെയ്ത മുന്നറിവുകളും പരിശോധിക്കുന്നു, വീണ്ടും അതിലേക്ക് അറിവ് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഈ സ്കീമ അങ്ങ് വികസിക്കുന്നു, അല്ലെ? അപ്പം പുതിയ അറിവുകളെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് സർപ്പിള രീതി. അത് എന്താണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ട്. അപ്പൊ അറിയുന്ന ഒരു കാര്യം അത് ആദ്യം പരിശോധിക്കുന്നു, അതിലേക്ക് പുത്തൻ അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു, കുട്ടിയുടെ പ്രായവും നിലവാരവും അനുസരിച്ച് കൂട്ടിച്ചേർക്കലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ കുട്ടി വീണ്ടും അവൻ അറിയുന്ന ഈ കാര്യത്തെ ഓരോ ക്ലാസ്സിലും വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പൊ ആവർത്തനം നടക്കുകയാണ്. നമ്മുടെ വ്യവഹാരവാദികളൊക്കെ പറഞ്ഞ രീതിയിലുള്ള ആവർത്തനമല്ല എന്ന് മാത്രം. ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പഠന പ്രക്രിയയായിട്ട് മാറുന്നു. അപ്പൊ കുട്ടി ആദ്യം ചെടി പഠിച്ചു, ചെടി എന്താണ്, സസ്യങ്ങൾ എന്ന ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പൂക്കളെ അല്ലെങ്കിൽ ചെടികളെ, ചുറ്റുമുള്ള ചെടികളെ പട്ടികപ്പെടുത്താനൊക്കെ ആയിട്ട് 1-ാം ക്ലാസ്സിലും 2-ലും ഒക്കെ നമ്മൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2-ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അതിനെ പിന്നെ ഓഷധികള്, അങ്ങനെ കുറ്റിച്ചെടികള്, വൻമരങ്ങൾ എന്നിങ്ങനെ പട്ടികപ്പെടുത്താനായിട്ട് കുട്ടിയോട് പറയുന്നു. 3-ാം ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വിത്ത് സീഡ് ജെർമിനേഷനിലേക്കൊക്കെ പോകുന്നു. അപ്പൊ ആ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളൊക്കെ പറഞ്ഞ ശേഷം ജെർമിനേഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ സ്വയം വിത്തൊക്കെ മുളപ്പിക്കേണ്ടി വരുന്നു. അപ്പൊ ആദ്യം കുട്ടി ആ വിത്തിന്റെ ഭാഗങ്ങളെയൊക്കെ, വിത്ത് മുളച്ചു വരുന്ന ഭാഗങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് അവൻ നേരിട്ട് കണ്ടിട്ടുള്ള രീതിയിൽ ഇല, തണ്ട്, പൂവ്, കാ എന്ന രീതിയിലൊക്കെയാണ് അടയാളപ്പെടുത്തി പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 3-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ബീജമൂലം, ബീജശീർഷം, ബീജപത്രം തുടങ്ങിയ പുത്തൻ വാക്കുകളൊക്കെ അവനിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക്, അങ്ങനെ ഓരോ ക്ലാസ്സിലും പുത്തൻ അറിവുകൾ. എന്നാൽ അറിയുന്ന കാര്യത്തിൽ നിന്നാണ് ഇവൻ പോകുന്നത്, അറിയുന്നതിൽ നിന്നാണ് അറിയാത്ത പുതിയ ആശയങ്ങളിലേക്ക് പോകുന്നത്. അത് അവനൊരു ഭാരമായിട്ട് അനുഭവപ്പെടുന്നില്ല. കാരണം ആദ്യം അറിയുന്നത് പരിശോധിക്കുന്നുണ്ട്, അവന്റെ മുന്നറിവ് പരിശോധിക്കുന്നുണ്ട്, അതിനുശേഷം ഇതിന് പകരമായിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്, പിന്നെ അത് എന്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പതിയെയാണ് കുട്ടിയിലേക്ക് അറിവ് നിറയ്ക്കപ്പെടുന്നത്. അപ്പോ ഇങ്ങനെ കുട്ടി സ്വയം അറിവ് സൃഷ്ടിക്കുകയാണ്, അല്ലെ? കുട്ടിയും അധ്യാപികയും പരിസരവുമായിട്ട് ഇടപെട്ട് ഇങ്ങനെ അറിവുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അതിങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കലല്ല, അവൻ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും ഒക്കെ നേടിയെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കുട്ടി പിന്നെ ശിശു കേന്ദ്രീകൃത ഈ പഠന സമീപനത്തിലൂടെ അറിവുകൾ കൂട്ടിച്ചേർത്ത് വീണ്ടും ആ അറിവിനെ വീണ്ടും വീണ്ടും കാണത്തക്ക രീതിയിൽ അടുത്ത ക്ലാസ്സുകളിലേക്ക് ഇങ്ങനെ സർപ്പിള രീതിയിലേക്ക് അത് പോകുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ നിങ്ങൾക്ക് ആ ഡയഗ്രാം വരെ ഓർമ്മ വന്നോ? അപ്പൊ ഏതൊരു ആശയവും നമ്മൾ സ്വായത്തമാക്കുന്നത് പലതവണ ആ ആശയത്തെ കണ്ടെത്തുമ്പോഴാണ്. ഒരാശയം, ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ പേര് പഠിക്കുന്നത് പോലും ഒരു തവണ നമ്മൾ കണ്ടു, പേരെന്താണ്, അനഘ എന്നൊരു കുട്ടി പറഞ്ഞു. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്താ പേര് എന്ന് ചോദിച്ചതങ്ങ് കളഞ്ഞു. പക്ഷെ ഈ അനഘയെ നമ്മൾ വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി എന്തായിരുന്നു പേര് എന്നൊന്ന് ഓർത്തെടുക്കും. പിന്നെയും നിരന്തരം പരിചയപ്പെടേണ്ടി വരുമ്പോ ആ പേരോ ഇത് അനഘയാണ്, ഇന്ന ആളാണ് എന്ന് നമ്മളുടെ മൈൻഡിലേക്ക് അങ്ങ് ഉറയ്ക്കും അല്ലെ. അതെങ്ങനെയാണ്? നിരന്തരം പരിചയപ്പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ നിരന്തരം കണ്ടപ്പോഴാണ് നമ്മൾ ആ പേര് പോലും പഠിക്കുന്നത്. ഇത് തന്നെയാണ് പഠനത്തിന്റെ കാര്യത്തിലും സംഭവിക്കുക. പഠനം സാധ്യമാകണമെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്യണം? നിരന്തരം അവയുമായി കുട്ടി കണ്ടുമുട്ടലുകൾ ഉണ്ടാകണം അല്ലെ. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ആശയ രൂപീകരണം കൂടുതൽ സ്വാഭാവികവും അർത്ഥപൂർണവും ഒക്കെ ആയി മാറുന്നു എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ബ്രൂണർ ചാക്രികാരോഹണ രീതിയെ പ്രൊമോട്ട് ചെയ്തത്. അപ്പൊ മറ്റൊരു ഉദാഹരണം ഇപ്പൊ ജന്തുക്കളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം കുട്ടികളോട് ജീവികളുടെ പേര് എഴുതാൻ പറയും. പിന്നീട് അടുത്ത ക്ലാസ് വന്നപ്പോഴത്തേക്ക് അവയെ തരംതിരിക്കുന്നു. വളർത്തു മൃഗങ്ങൾ, പിന്നെ വന്യമൃഗങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. പിന്നീട് നമ്മൾ ജീവികളുടെ സവിശേഷതകളിലേക്ക് പോകുന്നു. ശാരീരിക പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു. അടുത്ത ഘട്ടമാവുമ്പോൾ ഈ ശാരീരിക പ്രത്യേകതകള് ജീവികളുടെ ആഹാര സമ്പാദന രീതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഉയർന്ന തലത്തിലേക്ക് ആയിരിക്കും ആ ആശയം വീണ്ടും അടുത്ത ഘട്ടത്തിൽ പോവുക. അതിന്റെ അടുത്ത ഘട്ടമാവുമ്പോഴത്തേക്ക് ഈ ശാരീരിക പ്രത്യേകതകൾ അനുകൂലനങ്ങളാണോ എന്നുള്ള രീതിയിലേക്ക്, അതായത് ഓരോ ജീവികൾക്കും ഓരോ തരം അനുകൂലനങ്ങൾ ഉണ്ടല്ലേ, പല്ലി വാല് പൊഴിക്കുന്നത്, അങ്ങനെ ഓരോന്നിനും ഓരോ അനുകൂലനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അനുകൂലനങ്ങളാണോ എന്ന നിലയിലേക്ക് പിന്നീട് അതിന്റെ ഉയർന്ന തലത്തിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ബേസ് എവിടെയായിരുന്നു? ജീവികൾ എന്ന ആശയം. അത് അടുത്ത ഘട്ടമായപ്പോൾ ആ ജീവികളുടെ പേരെഴുതാനും പറയും. അത് കഴിഞ്ഞിട്ട് അതിനെ പിന്നെ വർഗീകരിക്കാൻ പറയും. അതിന്റെ അടുത്ത ഘട്ടം വന്നപ്പോൾ അവയുടെ സവിശേഷത, ഇങ്ങനെ പഴയത് ഓർമ്മപ്പെടുത്തിയാണ് പുതിയതിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഉദാഹരണം ചോദിച്ചാൽ പറയാൻ പറ്റണം. ഇനി ബ്രൂണർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ആശയം എന്താണ്? റെജിൻ ടീച്ചറെ, വേറൊരു നമ്മള് LP UPക്കൊക്കെ പഠിച്ചു ബ്രൂണറിന്റെ ഒരു പ്രധാന ആശയം. ജഷ്മി ടീച്ചറിനോ ശ്രവ്യ ടീച്ചറിനോ ഓർമ്മയുണ്ടോ ബ്രൂണർ? വെരി ഗുഡ്. കണ്ടെത്തൽ പഠനം. അപ്പൊ എന്താണ് ഈ കണ്ടെത്തൽ പഠനം എന്ന് നിങ്ങൾക്ക് അറിയാം. കുട്ടി ഒരു ഗവേഷകനായ രീതിയിൽ എല്ലാം കണ്ടെത്തി പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ചോദിക്കുന്നില്ല. കണ്ടെത്തൽ പഠനം സാധ്യമാകുമ്പോൾ കുട്ടി ഏതൊക്കെ മാനസിക പ്രക്രിയകളിലൂടെയാണ് കടന്നു പോകുന്നത്? മാനസിക പ്രക്രിയകൾ ഏതിലൂടെയൊക്കെയാണ് കടന്നു പോവുക? ഒരു 6 പ്രക്രിയകളാണ് പ്രധാനമായും പറയുന്നത്. ഏതൊക്കെയാണവ? നിരീക്ഷണം, വർഗീകരണം, നിരീക്ഷണം, പട്ടികപ്പെടുത്തൽ, വർഗീകരണം, പട്ടികപ്പെടുത്തൽ, തരംതിരിക്കൽ, അളക്കൽ. ആദ്യം നിരീക്ഷിക്കുന്നു, പിന്നെ തരംതിരിക്കുന്നു അല്ലെങ്കിൽ വർഗീകരിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അളക്കലുണ്ട്, അതുപോലെ പ്രവചിക്കലുണ്ട്, പിന്നെയോ പിന്നെ പ്രവചിച്ചു, അത് കഴിഞ്ഞ് വിശദീകരിക്കലും നിഗമനം രൂപീകരിക്കലും. ഇങ്ങനെ നിഗമനത്തിൽ ഈ രീതിയിൽ തന്നെ 6 ഘട്ടങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം സാധ്യമാകുമ്പോൾ കുട്ടി ഏതൊക്കെ മാനസിക പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചിക്കൽ, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ. അങ്ങനെ ഇതിനെ ഓരോന്നിനെ നിങ്ങൾക്ക് വിശദീകരിക്കാനാകും. ഞാൻ അവിടെ സമയം കൊടുക്കുന്നില്ല, ഒരുപാട് സമയം കൊടുക്കുന്നില്ല. കാര്യം നിരീക്ഷിക്കൽ എന്താണെന്നും
തരംതിരിക്കൽ എന്താണ്, അളക്കൽ എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ രീതിയിലൂടെ കടന്നു പോകുന്ന കുട്ടിയില് സാമൂഹ്യ ജീവിതത്തിന് ഉതകുന്ന ശേഷികൾ വികസിക്കുന്നുണ്ടോ? അതൊന്ന് വിശദമാക്കണം. സാമൂഹ്യ ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ, അതായത് നിരീക്ഷിച്ചും തരംതിരിച്ചും അളന്നും പ്രവചിച്ചും വിശദീകരിച്ചും നിഗമനം രൂപീകരിച്ചും ഒക്കെയാണ് അവർ പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ പഠനം സാധ്യമായി മുന്നോട്ട് വരുന്ന കുട്ടിയെ ഇത് സാമൂഹ്യ ജീവിതം നയിക്കാൻ എങ്ങനെയെങ്കിലും പ്രാപ്തനാക്കുന്നുണ്ടോ? ഏതൊക്കെ തരത്തിലാണ് അവനെ അത് സഹായിക്കുന്നത്? അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് നമ്മൾ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായി ആലോചിച്ചിട്ടൊന്ന് ഉത്തരം പറഞ്ഞോ. ഈ ഓരോ ഘട്ടവും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതാണോ? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേഗം മറുപടി. പേര് വിളിക്കുന്നില്ല. ആണ്. ഇപ്പൊ ലഹരിയുടെയൊക്കെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രക്രിയയിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ അവരെന്തിനെ കാണുമ്പോഴും വിമർശനാത്മക ചിന്തയിലൂടെ ഇത്തരം കാര്യങ്ങൾ, ഒരു കാര്യത്തെ അളക്കുകയും തരംതിരിക്കുകയും നിരീക്ഷിക്കുകയും ഇത്തരം പ്രക്രിയകളിലെല്ലാം കൂടെ കൂട്ടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടിയൊക്കെ ആവാം. അതായത് നമ്മള് നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചിക്കൽ, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ, ഈ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുട്ടിയില് ശാസ്ത്ര മനോഭാവം ഉണ്ടാവും, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവില്ലേ? സയന്റിഫിക് ടെമ്പർ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടി ഏതൊരു കാര്യത്തെയും ശാസ്ത്ര മനോഭാവത്തോടെ ആയിരിക്കും സമീപിക്കുക. ഇങ്ങനെയുള്ള കുട്ടികൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഇവരിൽ പ്രശ്ന പരിഹരണ ശേഷി, അതായത് ഇത്തരത്തില് പിന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ അവന്റെ മുന്നിൽ രൂപപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, അവൻ ഏറ്റെടുത്ത ഒരു പ്രശ്നം. ഇനി ഇപ്പം സസ്യങ്ങളെ തരംതിരിക്കലാണെങ്കിൽ പോലും അതൊരു പ്രശ്നമായി കുട്ടിക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ വേണം അധ്യാപിക അവതരിപ്പിക്കാൻ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ പ്രശ്നത്തെ കുട്ടി ഏറ്റെടുക്കുന്നു, അല്ലെ? കുട്ടി ഏറ്റെടുക്കുന്നത് സ്വമേധയാ അവൻ എനിക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്തണം എന്ന് കുട്ടിക്ക് തോന്നണമെന്നാണ് പറയുന്നത്. ആ തോന്നിപ്പിക്കലാണ് ടീച്ചർ നേരിടുന്ന വെല്ലുവിളി. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവൻ അത് ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കണം. ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ആ പരിഹാരം കണ്ടെത്താൻ അവൻ എന്ത് ചെയ്യണം? നിരീക്ഷണത്തിലും പരീക്ഷണത്തിലും വർഗീകരണത്തിലും എല്ലാത്തിലും ഏർപ്പെടേണ്ടി വരും. അപ്പൊ ഇങ്ങനെ അവൻ നേരിട്ട പ്രശ്നത്തെ അവൻ കൃത്യമായി അനലൈസ് ചെയ്ത് അതിന്റെ ശരിയായ പരിഹാര രീതിയിലേക്ക് എത്തപ്പെടുന്നു. ഇങ്ങനെ എത്തുന്ന കുട്ടി ഏതൊരു പ്രശ്നത്തെയും സോൾവ് ചെയ്യും. ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ അവൻ സധൈര്യം നേരിടും. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാത്തപ്പോഴാണ് അവർ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ. ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാം എന്നൊക്കെ ചിന്തിക്കുന്നത് പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തവരാണ്. അപ്പോ കുട്ടികളില് പ്രശ്ന പരിഹരണ ശേഷി ഉണ്ടാവുന്നു, ആത്മവിശ്വാസം ഉണ്ടാവുന്നുണ്ട്, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പറയാം. ഇതൊന്നും എങ്ങും എഴുതി വെക്കുന്നതല്ല, നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് കണക്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകൾ കുട്ടി, ഈ പറയുന്ന മാനസിക പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് ഓരോ സ്റ്റേജിലും ഓരോ കാഴ്ചപ്പാടുകൾ രൂപപ്പെടും. താൻ പോകുന്ന രീതി ശരിയാണോ, പിന്നെ താൻ കറക്റ്റ് ആയിട്ടാണോ വർഗീകരണം നടത്തിയത്, ഇതിൽ എന്തെങ്കിലും പിശകുണ്ടോ എന്നൊക്കെ കുട്ടി സ്വയം അനലൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവനിൽ പല കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാനും താൻ നേരിടുന്ന ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിട്ടാൽ എന്തൊക്കെയായിരിക്കും, താൻ ആ പ്രശ്നം നേരിടാനുണ്ടായ റീസണുകൾ എന്തൊക്കെയായിരിക്കും എന്ന് അവൻ അപഗ്രഥിച്ച് ആ റീസണിന്റെ പരിഹാരത്തിലേക്ക് അവൻ എത്തപ്പെടുന്നു. അതാണ് അവസാന നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രൂണറുടെ ഈ ഘട്ടങ്ങൾ, അതായത് കണ്ടെത്തൽ പഠനം സാധ്യമാക്കുന്നതിലൂടെ കുട്ടി കടന്നു പോകുന്ന ഈ മാനസിക പ്രക്രിയകൾ അവനെ നല്ലൊരു സാമൂഹ്യ ജീവിയാക്കി എടുക്കാനായിട്ട് ഉതകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ വ്യക്തമായോ ശ്രവ്യ? അശ്വതി, പിന്നെ അശ്വതി നായർ,
ടീച്ചറെ. ഓക്കെ. ഫുൾ നെയിം അങ്ങനെ തന്നെയാണോ, ഇൻഷ്യലാണോ? അശ്വതി NK എന്നാണ്. NK. ഇതിനകത്ത് ഓക്കെ. അശ്വതി, ഇന്ന് പർച്ചേസിങ് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണോ വന്നത്? എന്ത് പറ്റി? സാധാരണ ആദ്യമേ കയറുന്നതാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയി. പിന്നെ നല്ല ചൂടൊക്കെ ആയിരുന്നില്ലേ, ഞാൻ ഒന്ന് മയങ്ങി പോവൊക്കെ ചെയ്തു. നമ്മൾ ഇന്ന് ബ്രൂണറുടെ ആശയങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വോയിസ് അത്ര ക്ലിയർ അല്ല നിങ്ങൾക്ക് തന്ന റെക്കോർഡിൽ, അതുകൊണ്ട് ഒന്നുകൂടി അതിലൂടെ കടന്നു പോവായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അശ്വതിയോട് തന്നെയാ ചോദ്യം. എന്ത് പഠിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ പഠിക്കുക എന്നത് ബ്രൂണർ പറഞ്ഞൊരാശയമാണ്. ഇതോട് നിങ്ങൾ, ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്ത് പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് എന്നാണ് കേട്ടോ. എന്ത് പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പഠിക്കുക എന്നുള്ളത്. ഇതിനോട് യോജിക്കുന്നുണ്ടോ? ടീച്ചർ വീഡിയോ ഓൺ ആക്കണോ? ഓണാക്കാമായിരുന്നു. ടീച്ചറെ പറഞ്ഞോളൂ. കാണല്ലേ, വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? അതെ. ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്ത് പഠിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും. അത് നമ്മളിപ്പോ ഏതൊരു ആശയം പഠിക്കുകയാണെങ്കിലും അത് പഠിക്കുന്ന രീതി, അത് നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കാൻ എടുക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മളത് പഠിക്കുന്നത്, അത് പഠിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് നമ്മളിലേക്ക് ആശയം പൂർണ്ണമായി എത്തുന്നതും. അതേപോലെ ആ ആശയം നമ്മൾ കുറെ കാലം ഓർമ്മിച്ച് വെക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, ഞാനത് പെട്ടെന്ന് മറന്നു പോവുകയാണ്, ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ രീതിയിൽ പല പ്രശ്നങ്ങളും കുട്ടികളിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് അവരുടെ പഠന രീതിയുടെ, അവരെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലെ ഒരു പ്രശ്നം തന്നെയാണ് അത്. അതുകൊണ്ടാണ് അവർക്കത് കേവലം കുറച്ചു നേരത്തേക്ക് മാത്രം ഓർത്ത് വെക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മള് ഏതൊരു കാര്യം പഠിക്കുമ്പോഴും കുറെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും അത് എങ്ങനെ പഠിക്കുന്നു, നമ്മൾ അതിന് പല രീതിയിലുള്ള പഠന തന്ത്രങ്ങളും പഠന രീതികളെല്ലാം നമുക്ക് നിലവിലുണ്ട്. അപ്പോ നമ്മൾ ആ പഠന തന്ത്രങ്ങളും രീതികളും ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഓക്കെ. അതായത് എങ്ങനെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പഠിക്കുന്നു എന്നതിനോട് ഇതേ കാര്യമാണ് ബ്രൂണർ പറഞ്ഞത്. അതോടെ അശ്വതി ടീച്ചർ യോജിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെയും അഭിപ്രായം? പറഞ്ഞോളൂ ശ്രവ്യ. എന്നാ ഒന്ന് വിശദീകരിച്ചു എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേന്ന്. അതായത് കുട്ടികളെ എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല, ആ കുട്ടികളെ പഠിക്കാൻ എടുക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെ പഠിക്കുന്നു എന്നതാണ്. അത് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓർമ്മയുണ്ടാവും എന്ന് പറയും. അതുപോലെ കണ്ടും കേട്ടും നമ്മൾ തൊട്ടുമൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അതിലിങ്ങനെ ഉരുവിട്ട് പഠിക്കാണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടും ഈ പ്രായോഗികമായ രീതിയിലും പഠിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനും പിന്നെ കുറെ നാളത്തേക്ക് ഓർമ്മയിൽ വെക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ കോഡും പിന്നെ കോഡ്സ് അതേപോലെ ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കുട്ടികളുടെ മറവി എന്നുള്ളൊരു പ്രശ്നം കുറക്കാനായിട്ട് പറ്റും. ഓക്കെ. ജഷ്മി ടീച്ചറെ മറ്റു പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ. വ്യത്യസ്തങ്ങളായ പഠനബോധന തന്ത്രങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് മൂലം കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. കളി രീതി, ഗ്രൂപ്പ് വർക്ക്, പിന്നെ കാർഡുകൾ, അതൊക്കെ ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ. അല്ലാതെ ഇപ്പോ അധ്യാപക കേന്ദ്രീകൃത പഠനമാണെങ്കിൽ കുട്ടികൾക്ക് കാര്യം ഗ്രഹിക്കും, എന്നാൽ അത് നീണ്ട വെറും ഹ്രസ്വകാല മെമ്മറിയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവും. ദീർഘകാല മെമ്മറിയിൽ അത് നിലനിൽക്കൂല. അതിനു പകരം കുട്ടികൾ കളി രീതിയിലാണോ അല്ലെങ്കിൽ പരീക്ഷണം, ഇപ്പൊ ഒരു പരീക്ഷണം പറയുകയാണെങ്കിൽ ചെടി പയർ വിത്ത് ക്ലാസ് റൂമിന്റെ
അകത്ത് വെള്ളമൊഴിച്ച് വളരാൻ വിടുകയും പിന്നെ ഒരു ചിരട്ടയിലോ മറ്റോ മണ്ണിട്ട് പയർവിത്ത് വെളിയിൽ വളർത്താൻ വെക്കുകയും ചെയ്താല് രണ്ടും ഒരേപോലെ വളരുന്നുണ്ടാവും. എന്നാലും കുറച്ചും കൂടി ചെടിയുടെ ആരോഗ്യം കുറച്ചും കൂടെ ഉണ്ടാവുക പുറത്ത് വളർത്തുന്ന ചെടിക്കാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ചെടിക്ക് വളരാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന പുറത്ത് വളരുന്ന ചെടിയെ കണ്ടായിരിക്കും. ആ മെമ്മറി കുട്ടികൾ കാണുന്നത് മൂലം നീണ്ട കാലത്തേക്ക് നിലനിൽക്കും. നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് കുട്ടിക്ക് അന്ന് കണ്ടതിന് ആ കേട്ടതിന് ശേഷം പിന്നീട് അത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇത് കുട്ടികൾ നേരിട്ട് അനുഭവത്തിലൂടെ പഠിക്കുമ്പോൾ പ്രക്രിയാധിഷ്ഠിതമായി പഠിക്കുമ്പോൾ ആ കുട്ടി കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മെമ്മറി പിന്നെയും വീണ്ടും കുറെ കാലത്തേക്ക് നിലനിൽക്കുമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ മഷിത്തണ്ടിന്റെ പരീക്ഷണം ചെയ്തിട്ടുണ്ടോ രശ്മി ടീച്ചറെ? മഷിത്തണ്ട് ഓർക്കുന്നില്ല ടീച്ചറെ. ഞാൻ ഈ പരീക്ഷണം എന്നെ 4ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചതായിട്ട് നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഓക്കെ, 4ാം ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ഞാനും ഈ പറയുന്ന പോലെ മഷിത്തണ്ട് അല്ലെങ്കിൽ വെള്ളിത്തണ്ട് അതിന്റെ പരീക്ഷണം ചെയ്തത് ഞാൻ ഓർക്കുന്നു. 2ാം ക്ലാസ്സില് 3ാം ക്ലാസ്സിലോ DPPയുടെ ഭാഗമായിട്ട് 3ാം ക്ലാസ്സിലെ ആദ്യ നാളുകളിലായിരിക്കാം ചെയ്തതും ഒരു ജനാലയിലൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നതും എല്ലാം ഓരോ ഘട്ടവും ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്താ ടീച്ചറെ സസ്യങ്ങളില് ജലത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് നമ്മള് മഷി കലർത്തിയ വെള്ളത്തിൽ മഷിത്തണ്ടിട്ട് വെക്കുന്നില്ലേ? അങ്ങനെ ഒരു പരീക്ഷണം ഇല്ലേ? പിന്നെ അതായത് സൂര്യപ്രകാശത്തിൽ വെച്ച മഷിത്തണ്ടിനെ വെള്ളത്തിലേക്ക് ഇടുമ്പോ അതെങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തപ്പോ അത് വാടിക്കരിഞ്ഞു പോകുന്നത്. അപ്പൊ സസ്യങ്ങൾക്ക് ജലം ആവശ്യമാണ് എന്ന ധാരണയിലേക്ക് എത്തുന്ന തരത്തിൽ പരീക്ഷണങ്ങളുണ്ട്. അറിയത്തില്ലെന്ന് പറയുന്നത് നാണക്കേടാ, ഇപ്പോഴത്തെ പുസ്തകത്തിനകത്തും ഉണ്ട്. ഓക്കെ, ഈ ഒരു ചെറിയ പരീക്ഷണം അറിയാതെ എങ്ങനെയാ നമ്മൾ വരുന്നേ? ഓക്കെ, എന്ത് പഠിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പഠിക്കുക എന്നതും. ബ്രൂണറിന്റെ ഈ കാഴ്ചപ്പാടിനോട് ഞാനും 100% യോജിക്കുന്നു. അതായത് കുട്ടി പഠിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ബ്രൂണറുടെ തന്നെ ചില ആശയങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതായത് ചാക്രികാരോഹണ രീതി, കണ്ടെത്തൽ പഠനം, ആശയാദാന മാതൃക തുടങ്ങിയ ബ്രൂണറുടെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിതിനെ സാധൂകരിക്കാനാകും. അതായത് കുട്ടി പഠിക്കേണ്ടത് മനസ്സിലാക്കിയാണ്. ഈ മനസ്സിലാക്കിയുള്ള പഠനത്തിന് ചാക്രികാരോഹണ രീതി വളരെയധികം യോജിച്ചതാണ്. കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്തതിലേക്കാണ് കുട്ടി പോകുന്നത്. അവിടെ കുട്ടി അറിയുന്ന ആശയത്തിന്റെ പിൻബലത്തിൽ അറിയാത്ത പുത്തൻ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പൊ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുന്ന കുട്ടി അറിയാത്ത പുത്തൻ ആശയത്തെ മനസ്സിലാക്കി തന്നെ അവിടെ പഠിക്കുന്നു ചാക്രികാരോഹണ രീതിയിലൂടെ. അതുപോലെ കണ്ടെത്തൽ പഠനത്തിൽ ഏർപ്പെടുന്ന കുട്ടിയും ഇതുപോലെ പ്രവർത്തനങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. വിവിധ മാനസിക പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ മാനസിക പ്രക്രിയകളായ നിരീക്ഷണം, പിന്നെ വർഗീകരണം, അളക്കല് തുടങ്ങിയവ, നിഗമനത്തിൽ എത്തൽ വരെയുള്ള ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടി സ്വയം നിർമ്മിക്കപ്പെട്ട അറിവായതുകൊണ്ട് തന്നെ അത് കുട്ടിയുടെ ഉള്ളിൽ ദീർഘകാലം നിലനിൽക്കും. ഇപ്പൊ നമ്മളൊക്കെ ഈ പരീക്ഷണം പറഞ്ഞത് ദീർഘകാലം നമ്മളുടെ മനസ്സിൽ നിലനിന്നത് നമ്മളത് ചെയ്ത് അല്ലെങ്കിൽ ടീച്ചർ അത് ചെയ്യുന്നത് കണ്ട് പഠിച്ചത് കൊണ്ടാണ്. ഇപ്പൊ കണ്ടെത്തൽ പഠനത്തിലൂടെയും നമുക്കതിനെ ഉറപ്പിച്ചു പറയാനാകും. അതായത് കുട്ടി ഇത് ആശയം വെറുതെ പഠിച്ചതാണെങ്കിൽ ഇപ്പൊ റെജിനി ടീച്ചറിന് ഓർമ്മ വന്നില്ല. കാരണം എന്താണ്? ടീച്ചർ അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ദിവസം പോയിട്ടില്ല. അതുകൊണ്ടാണ് ഓർമ്മ വരാതിരുന്നത്. ചെയ്തവർക്ക് ക്ലാസ്സിൽ പിന്നെ അത് നേർക്കാഴ്ച അനുഭവം കിട്ടിയവർക്ക് ആ പരീക്ഷണം ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം നമ്മൾ ചെയ്ത് പഠിച്ചു എന്നത് എന്റെ ഉദാഹരണം തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ ഉണ്ടായി. അതുപോലെ ആശയാദാന മാതൃകയിലൂടെയുള്ള പഠനവും ഇതിന് ഉദാഹരണമാണ്. അതായത് ആശയാദാന മാതൃകയിലൂടെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആദ്യം മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പിന്നെ ബിംബന ഘട്ടത്തിലൂടെ, പിന്നെ പ്രതിരൂപാത്മക ഘട്ടത്തിലൂടെ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോയി കുട്ടി എന്ത് ചെയ്യുന്നു? ആശയം രൂപീകരിക്കുന്നു. ഇങ്ങനെ വരുമ്പോഴേക്കും കുട്ടിയിലെ അറിവ് കുറച്ചുകൂടി ദൃഢമാകുന്നു. ഇങ്ങനെ ബ്രൂണറുടെ കാഴ്ചപ്പാട് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രൂണറിന്റെ ആശയങ്ങൾ തന്നെ എടുത്തുകൊണ്ട് നമുക്കതിനെ സാധൂകരിക്കാം. ഇപ്പൊ മനസ്സിലായോ?
മനസ്സിലായി. നമ്മള് പഴയ സിസ്റ്റാണ് ടീച്ചറെ, അതുകൊണ്ട് അത്ര ആ പരീക്ഷണങ്ങളൊന്നും ഓക്കെ ഓക്കെ, ആയിട്ടില്ല. അതായിരിക്കും. ഓക്കെ. DPPന്റെയും കുറെ മുമ്പേ ഉള്ള സിസ്റ്റം അല്ലേ. ഓ, ആണല്ലേ. അന്ന് നമ്മളങ്ങനെ ലാബിൽ കൊണ്ടുപോയി, നമുക്ക് ലാബൊന്നും ആ, എന്താ ഓർമ്മയേ ഇല്ല. ഇതാണ് ഒരു ടെസ്റ്റ് ട്യൂബ് എന്ന് പറയും. ഇതിനകത്തേക്ക് ഒരു ലായനി ഒഴിക്കുന്നു, ഇങ്ങനെ പറഞ്ഞു പഠിച്ച ടീം അല്ലേ. നമ്മളാകെ പിന്നെ ഇത് കാണുന്ന ലാബ് കാണുന്ന 10ാം ക്ലാസ്സിലാണ്. അതെ. അതും പരീക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കാണിച്ച് അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ബ്രൂണറുടെ കാഴ്ചപ്പാടിലെ അധ്യാപകൻ എങ്ങനെയൊക്കെ ഉള്ള ആളായിരിക്കും എന്ന് ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കിക്കോ അശ്വതി. നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞ അവസാനം ബ്രൂണറുടെ കാഴ്ചപ്പാടിലെ അധ്യാപകനെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുട്ടി ഒറ്റയ്ക്കാണോ പഠിക്കുന്നത്? ഏത് അശ്വതിയാന്ന് നോക്കിയിരിക്കുക. അശ്വതി ശ്രീചന്ദ്. കുട്ടി ഒറ്റയ്ക്കല്ല, അധ്യാപകന്റെ സഹായത്തോടുകൂടി. പക്ഷെ അവൻ സ്വന്തം ഒരു ഗവേഷകനായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അധ്യാപകൻ അവന്റെ ആരാണ്? മെന്റർ. മെന്റർ ഈ പഠനത്തിൽ അവന്റെ ആരാണ്? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നു? സഹപഠിതാവ്, കോ ലേണർ ആണ്. അപ്പം ബ്രൂണറുടെ കാഴ്ചപ്പാടിലെ അധ്യാപകൻ ഒന്ന് കോ ലേണർ ആണ്, അല്ലെങ്കിൽ സഹപഠിതാവാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പഠനം വളരെ പ്രയാസകരമാണോ സുഗമമായിട്ട് നടക്കുന്നുണ്ടോ? ഈ രീതികളിലൂടെയൊക്കെ പോകുമ്പോ അവൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണോ പഠിക്കുന്നത്? സുഗമമായി ഓരോ ഘട്ടവും പരിഹരിച്ചുകൊണ്ട് പഠിക്കലാണോ ചെയ്യുന്നത്? സുഗമമായ ഓരോ ഘട്ടവും പരിഹരിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. സുഗമമായിട്ട്. അപ്പൊ അധ്യാപകൻ എന്താണ്? പഠനത്തെ സുഗമമാക്കുന്ന ആളാണ് അല്ലേ. പഠനത്തെ സുഗമമാക്കുന്ന ആളാണ് ഫെസിലിറ്റേറ്റർ കേട്ടോ. നേരത്തെ അധ്യാപകനെ ഫെസിലിറ്റേറ്റർ എന്നായിരുന്നല്ലേ പറഞ്ഞിരുന്നത്? പഠനത്തിനെ സുഗമമാക്കുന്ന ആളെന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അധ്യാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മെന്റർ എന്നാണ് പറയുന്നത്. ആ മെന്ററിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്, പൂർണ്ണത വരുന്നുണ്ട് മെന്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ അധ്യാപകൻ കോ ലേണർ ആണ്, സഹപഠിതാവാണ്, പഠനത്തെ സുഗമമാക്കുന്ന ഫെസിലിറ്റേറ്റർ ആണ്. അങ്ങനെ 2 എണ്ണം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ കുട്ടി നേരിട്ട് പ്രശ്നം പരിഹരിക്കുന്ന ഘട്ടങ്ങളില് ചിലപ്പോഴൊക്കെ അവൻ ഇങ്ങനെ വഴിതെറ്റിപ്പോവും. ആ സമയത്ത് അധ്യാപകൻ എന്ത് ചെയ്യും? മാർഗദർശകനായിട്ട് നിന്ന് ഈ പ്രശ്നത്തെ എന്ത് ചെയ്യും? പരിഹരിക്കാൻ സഹായിക്കും. അപ്പൊ ഒരു പ്രശ്ന പരിഹാരകൻ എന്നതും കൂടി ഓർത്തു വെക്കുക. അധ്യാപകൻ ആരാണ്? പ്രശ്ന പരിഹാരകനാണ്. ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, ഡയഗ്നോസ്റ്റീഷ്യൻ എന്നുള്ള രീതിയിൽ TION കേട്ടോ. ഓക്കെ, ON അല്ല AN, ഡയഗ്നോസ്റ്റീഷ്യൻ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പ്രശ്ന പരിഹാരകനായിട്ട്. അപ്പൊ പഠന പങ്കാളിയാണ് കോ ലേണർ, സുഗമമാക്കുന്ന ആള് ഫെസിലിറ്റേറ്റർ, പിന്നെ പ്രശ്ന പരിഹാരകൻ ഡയഗ്നോസ്റ്റീഷ്യൻ എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ എന്തെങ്കിലും അത് മാത്രമല്ല, കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആളെന്നുള്ള നിലയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി ഒന്നും കൂടിയുണ്ട്. അധ്യാപകൻ എങ്ങനെയായിരിക്കും? ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികളോടും ഒരുപോലെ പെരുമാറുമോ? പഠിക്കുന്ന കുട്ടിയോട് കുറച്ചുകൂടി വാത്സല്യം കൂടുതൽ കാണിക്കുമോ? എല്ലാവർക്കും ഒരുപോലെ അവസരം കൊടുക്കുവോ, അതോ പഠന പിന്നോക്കാവസ്ഥയിലുള്ളവരെ പിന്തള്ളുവോ? എല്ലാവരെയും ഒരുപോലെ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? ജനാധിപത്യവാദിയായ അധ്യാപകൻ. അപ്പൊ ഈ ഇത്രയും പോയിന്റുകളാണ് ബ്രൂണറുടെ കാഴ്ചപ്പാടിലെ അധ്യാപകനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പഠന പങ്കാളി, പഠനത്തെ സുഗമമാക്കുന്ന ആൾ, പ്രശ്ന പരിഹാരകൻ, അതുപോലെ ജനാധിപത്യവാദിയായ അധ്യാപകൻ, സംഘത്തലവൻ കേട്ടോ. ജനാധിപത്യവാദിയായ സംഘത്തലവൻ. ഓക്കെ ആണോ? അപ്പൊ ഇന്ന് ഇത്രയും മതി, ഒരുപാട് ആക്കുന്നില്ല. ഒരുപാട് പേര് കേറിയിട്ടുമില്ല, അവരൊക്കെ റെക്കോർഡഡ് കാണണം. ഗുണം ചെയ്തോ? ഇന്ന് വന്നവർക്ക് ഓക്കെ ആണോ ക്ലാസ്?
ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ അശ്വതി, പിന്നെ നുസ്രത്ത് ടീച്ചർ വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ക്ലാസ് തീർന്നു. സാരമില്ല. ഓക്കെ, ഇന്ന് ബ്രൂണറെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ക്ലാസ് കിട്ടിയവർക്ക് ആർക്കും അത് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ബ്രൂണറെ തന്നെ എടുത്തത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രൂണറിന്റെ ബാക്കി ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഞാൻ ടോപ്പിക്ക് തന്നിട്ടുണ്ട്, ആ ടോപ്പിക്കിന്റെ വോയിസ് ഒന്നുകിൽ ഞാൻ വോയിസ് ആയിട്ട് ഇടും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിടും. പിന്നെ ടോപ്പിക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നോ? അത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് ഞാന് കാണാതെ പറയുന്ന രീതിയിൽ എന്തായാലും ചെയ്യാതെ എന്റെ കൈവശമുള്ള നോട്ട് വായിച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലെ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാനാകൂ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എത്തിക്കാനാകും. ആ നോട്ടുകൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കഷനും ഒക്കെ വെച്ച് ഒന്നുകൂടി തറവാക്കിയിട്ട് പോവാം. അപ്പൊ ഇനി നിങ്ങൾ നോക്കേണ്ടത് ബ്രൂണറിന്റെ പഠന രീതികളും അതുപോലെ മറ്റാശയങ്ങളും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതേക്കുറിച്ച് സംസാരിച്ച് ബ്രൂണർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ പിന്നെ ആ റെക്കോർഡിന്റെ ആ ഒരു ഇഷ്യൂ അങ്ങ് തീരും. ഓക്കെ, യു പിക്കാര് സമാധാനമായിട്ടിരിക്കും, ഒരുപാട് സമയം ഇനിയും ഉണ്ട്. പിന്നെ LPയുടെ ഒന്ന് തീരണ്ടേ, എന്നിട്ടല്ലേ UP തുടങ്ങുള്ളൂ. എന്തെങ്കിലും അറിഞ്ഞോ നിങ്ങളുടെ ഡേറ്റ് എന്നത്തേക്കാകുന്നോ? ഏതാ? LP വന്നു, UP ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. വരും. അപ്പൊ LP ഡേറ്റ് വരുന്നത് പിന്നെ കൃത്യമായിട്ട് ഗ്രൂപ്പിനകത്ത് ആ പിൻ ചെയ്തിരിക്കുന്നത് എടുത്ത് അതിനകത്ത് ആഡ് ചെയ്തിടണേ. ജിഷ്മ ടീച്ചറൊക്കെ ഇട്ടായിരുന്നോ? ഇല്ല. അതെന്താ ചെയ്യാൻ? ഞാൻ 2 ദിവസം മുമ്പും ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ. ഇന്നലെ ഒന്നല്ലേ? ഇന്നലെ അത് നോക്കി ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തെങ്കിലേ ഞാൻ അതിനനുസരിച്ച് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ. 9-ാം തീയതിയാണ്. ഏപ്രിൽ 9 സാരമില്ല. അപ്പൊ അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടേക്കോ കേട്ടോ. ശരി. അപ്പൊ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് പഠിക്കുക. എന്നും പറയുന്നത് പോലെ ആമുഖത്തിന്റെ ക്ലാസ്സുകൾ, ഹാൻഡ് ബുക്കിന്റെ ആമുഖത്തിന്റെ ക്ലാസ്സുകൾ കൃത്യമായി കാണുക. പാഠപുസ്തകം അനലൈസ് ചെയ്ത ക്ലാസ് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. സാധാരണ ദാർശനികരെയൊന്നും അധികം കുറച്ച് നാളുകളായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ അതും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ദാർശനികരെയെങ്കിലും നമ്മളൊന്ന് നോക്കി വെക്കാം എന്ന് കരുതി ടോപ്പിക്ക് തന്നത്. ഓക്കെ, അതുപോലെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് കൃത്യമായിട്ട് അയച്ചു തരണം. അശ്വതിയൊക്കെ അയച്ചു തരുന്നുണ്ട്. ബാക്കിയുള്ളവരും ഗ്രൂപ്പുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് പേഴ്സണലി അയച്ചു തരണം, ഗ്രൂപ്പിൽ ഇടരുത്. കാരണം അതിനകത്ത് ചിലരുടെ അനുഭവങ്ങൾ ഉണ്ടാവും, ചില ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ആയിരിക്കും. അവയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുക. അതുകൊണ്ട് പേഴ്സണലി അയച്ചു തരാം. ഓക്കെ, ശരി ടീച്ചർ.